ഏതൊരു വർക്കും എളുപ്പമാകുന്നത് അതാത് ടൂൾസ് യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ട്രേഡിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വെബ്സൈറ്റ് ആൻഡ് ടൂൾസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് വൺ, ട്രേഡിംഗ്. ഇവിടെ ചാർട്ട് അനാലിസിസിന്റെ കിങ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വേൾഡിലെ എല്ലാ അസറ്റ് ക്ലാസ്സും ട്രേഡ് ചെയ്യാനും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തുവാനും ട്രേഡിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ പ്രീമിയം വേർഷൻസും അവൈലബിൾ ആണ്. ട്രേഡിംഗ് വ്യൂവിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മൂത്ത് യൂസർ ഇന്റർഫേസ് ആണ്. ഏതൊരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ട്രേഡിംഗ് വ്യൂ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ചാർട്ടിൽ നമ്മുടെ പേഴ്സണൽ ചോയ്സസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ട് കസ്റ്റമൈസേഷനും കാര്യങ്ങളും ഇവിടെ പ്രസൻ്റ് ആണ്. ട്രേഡിംഗ് വ്യൂ വേൾഡിലെ മോസ്റ്റ് ഓഫ് ദി ടോപ്പ് ബ്രോക്കേഴ്സുമായിട്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഈ ബ്രോക്കേഴ്സിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ഈസ് പേപ്പർ ട്രേഡിംഗ് ഓർ ഡെമോ ട്രേഡ്. ഇവിടെ നമുക്ക് റിയൽ ക്യാഷ് യൂസ് ചെയ്യാതെ വിർച്വൽ മണി യൂസ് ചെയ്തുകൊണ്ട് ലൈവ് മാർക്കറ്റ്സിൽ ട്രേഡ് എടുത്ത് കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബാക്ക് ടെസ്റ്റിംഗ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബാക്കിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ചാർട്ടിൽ ഇതിനു മുൻപ് ഹാപ്പൻ ആയിട്ടുള്ള ഒരു വീക്കിലോ മന്തിലോ ഹാപ്പൻ ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ്സിൽ നമ്മുടെ സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബാക്ക് ടെസ്റ്റിംഗ്. സോ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ടൂൾ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്കും അതോടൊപ്പം തന്നെ ട്രേഡിംഗ് ഗ്രോത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് investing.com. ഇതൊരു കംപ്ലീറ്റ് ട്രേഡിംഗ് കമ്പാനിയനാണ്. നിങ്ങൾ ഫോറക്സോ സ്റ്റോക്കോ ഏത് അസറ്റ് ക്ലാസ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ന്യൂസ് ആൻഡ് ടെക്നിക്കൽ ഐഡിയാസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഹെൽപ്പ് ചെയ്യും. ഫോറക്സ് മാർക്കറ്റിൽ എക്കണോമിക് ന്യൂസസിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം ഹയർ ആണ്. സോ ഈ ഒരു ഡാറ്റാസും ന്യൂസസും എല്ലാം ഡീറ്റെയിൽഡി ഓർഗനൈസ്ഡ് ആണ് investing.com. അതോടൊപ്പം തന്നെ ന്യൂസസിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും ആൻഡ് അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂസ് വേഴ്സസ് ആക്ച്വൽ വാല്യൂസുമായിട്ടുള്ള കമ്പാരിസൺ ആൻഡ് അതോടൊപ്പം തന്നെ ഇത് റിലീസ് ചെയ്യുന്ന ടൈം എല്ലാം ഇവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ഇതോടൊപ്പം തന്നെ ഈ ഒരു ന്യൂസസ് വരുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലേർട്ട് ചെയ്യാനും investing.com ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് babypips.com. ഇതൊരു ഫോറക്സിൻ്റെ കോളേജ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടാണ് babypips.com നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ സെഷൻസിൻ്റെ ടൈമിങ്സും റിസ്ക് മാനേജ്മെൻറ്റ് കാൽക്കുലേറ്ററും എല്ലാം babypips.comൽ അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു ബിഗിനർ ഓർ അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഷുവറായിട്ടും അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കാതിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മെറ്റാട്രേഡർ പ്ലാറ്റ്ഫോം. ട്രേഡ് അനാലിസിസിന് വേണ്ടി ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ട്രേഡ് എക്സിക്യൂഷന് വേണ്ടി ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് മെറ്റാട്രേഡർ. മെറ്റാട്രേഡർ പ്ലാറ്റ്ഫോം നമുക്ക് 2 വേർഷൻസ് അവൈലബിൾ ആണ്, മെറ്റാട്രേഡർ 5 ആൻഡ് മെറ്റാട്രേഡർ 4. ലേറ്റസ്റ്റ് വേർഷനായ മെറ്റാട്രേഡർ 5ൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാർട്ടിൽ നിന്ന് തന്നെയുള്ള സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ് അതോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജസും അവൈലബിൾ ആണ്. ഫ്ലെക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം MT5ൽ കൃത്യമായിട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എടുത്തുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അക്കൗണ്ട് കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ലോഗിൻ ID, സെർവർ ആൻഡ് പാസ്വേഡ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ അവിടെ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. സോ ഇങ്ങനെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ബ്രോക്കറിൽ നിന്ന് ക്രെഡൻഷ്യൽസ് എടുക്കുന്ന സമയത്ത് സെർവേഴ്സ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ മറക്കാതിരിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ട്രേഡ് എക്സിക്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഷുവറായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫോറക്സ് ഫാക്ടറി. investing.com പോലെ തന്നെ ന്യൂസസ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫോറക്സ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഫോറക്സ് ഫാക്ടറി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഓരോ ന്യൂസസിൻ്റെയും ടൈമിങ്സും അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റും നേരത്തെ investing.comൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ ഫോർകാസ്റ്റഡ് വാല്യൂസും ആക്ച്വൽ വാല്യൂസുമുള്ള കമ്പാരിസണും ഓരോ ന്യൂസസ് ഇതിനു മുൻപ് വന്നപ്പോൾ എങ്ങനെയാണ് അത് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തതെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റാസും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഫണ്ടിങ് ഫേംസും ന്യൂസ് ടൈമിങ്സ് കറക്റ്റായിട്ട് ട്രേഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടൂൾസ് ആൻഡ് വെബ്സൈറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻസിനായി എഡ്വെൽപ്പ് ചാനലിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.